ഏറ്റവും പുതുതായി വരുന്ന വിവരം അമ്മ കുഞ്ഞിനെ പാലത്തിൽ നിന്ന് താഴോട്ട് ഇട്ടു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അമ്മ കുഞ്ഞിനെ പാലത്തിൽ നിന്ന് താഴോട്ട് എറിഞ്ഞു എന്നുള്ള വിവരം നമുക്ക് അമ്മയുടെ മൊഴിയാണ് ഇപ്പോൾ വരുന്നത്. മൂഴിക്കുളം പാലത്തിന് താഴെ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. മൂഴിക്കുളം പാലത്തിന് താഴേക്ക് കുഞ്ഞിനെ എറിഞ്ഞുവെന്ന് അമ്മ നൽകുന്ന മൊഴിയാണിപ്പോൾ പുറത്തു വരുന്നത്. ആ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അമ്മയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മ പറഞ്ഞ മൊഴി കുഞ്ഞിനെ പാലത്തിൽ നിന്ന് താഴോട്ട് എറിഞ്ഞു എന്നാണ്. ആ മൊഴിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. പാലത്തിന് താഴെ പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തുന്നു. കുഞ്ഞ് അവൾ സുരക്ഷിതയായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം. മൂഴികുളം പാലത്തിന് താഴെ ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നത് മനസ്സിലാക്കുന്നു. പാലത്തിന് താഴേക്ക് കുഞ്ഞിനെ ഇട്ടെന്നാണ് അമ്മ മൊഴി നൽകിയതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അമ്മയുടെ മൊഴികളിൽ തുടക്കം മുതലേ വൈരുദ്ധ്യമുണ്ടായിരുന്നു. കുഞ്ഞിനെ ബസ്സിൽ വെച്ച് കാണാതായി എന്ന് പറയുന്നു. പക്ഷേ എവിടെ വെച്ച് എന്നുള്ള കാര്യത്തിൽ അവർ മൊഴി മാറ്റി പറഞ്ഞിരുന്നു. ചെറിയ മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, എന്താണ് പോലീസ് പറയുന്നത്? അമ്മയുടെ മൊഴി എന്താണ്? ഭവ്യ, ഏറ്റവും അവസാനമായി ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂഴിക്കുളത്തൊരു പാലത്തിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് താഴേക്ക് എറിഞ്ഞു എന്നാണ്, താഴെ ഉപേക്ഷിച്ചു എന്നാണ് അമ്മ പറയുന്നത്. അതുപ്രകാരം മൂഴിക്കുളം പാലത്തിലും നദിയിലും ഒക്കെ പോലീസ് തെരച്ചിൽ തുടരുകയാണ്. തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. മൂഴിക്കുളം പാലത്തും കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും ഏറ്റവും അവസാനം അമ്മ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ചിട്ട് മൂഴിക്കുളത്തെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്നാണ് ആദ്യം അമ്മ പറഞ്ഞത്. അതിനുശേഷമാണ് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് അമ്മ ക്ലാരിറ്റി വരുത്തുന്നത്. അമ്മ പാലത്തിൽ നിന്ന് ഒരു താഴേക്കിടുകയായിരുന്നു എന്ന് പറഞ്ഞത്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ അമ്മയുടെ മാനസികാവസ്ഥയ്ക്ക് കുറിച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കാൻ പോലീസിനാകുന്നില്ല. എന്നിരുന്നാലും ഇപ്പോൾ പോലീസ് അമ്മ പറയുന്നതനുസരിച്ച് അമ്മയുടെ മൊഴി എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്നും പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ചെറിയ റിസ്ക് പോലും എടുക്കാൻ ഈ കാര്യത്തിൽ സമയം പോലും വേസ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ചെറിയ റിസ്ക് എടുക്കാൻ പോലും സാധ്യതയില്ല. അതുകൊണ്ട് ഇപ്പോൾ ആകെ ഈ ഒരു കാര്യത്തിലേക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആള് അമ്മ മാത്രമാണ്. അതുകൊണ്ട് അമ്മയുടെ മൊഴി വിശ്വസിക്കുകയാണ്. അമ്മ ഇടയ്ക്കിടെ മൊഴി മാറ്റി പറയുന്നത് പോലീസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അമ്മയ്ക്ക് കുഞ്ഞിനെ ഉപേക്ഷിച്ചു, പാലത്തിൽ നിന്നും താഴേക്ക് ഇട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം കൂടുതൽ മൂഴിക്കുളം ഭാഗത്തേക്ക് തന്നെയാണുള്ളത്. ആ പ്രദേശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതുപോലെ തന്നെ കൊച്ചി സിറ്റിയിലെ ഏരിയയിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാരണം KSRTC ബസ്സിലാണ് കുഞ്ഞിനെ കാണാതെ ആയതെന്നായിരുന്നു അമ്മ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. അങ്ങനെയാണ് ആലുവ ഭാഗത്തു നിന്നാണ് കുഞ്ഞിനെ കാണാതായത്. തിരിച്ച് വീട്ടിൽ 7:30 എത്തുമ്പോൾ കുഞ്ഞൊപ്പം ഉണ്ടായിരുന്നില്ല. ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും കുഞ്ഞിനെ, അതായത് വീട്ടിൽ നിന്നും തിരുവാങ്കുളത്തേക്ക് ഓട്ടോയിൽ എത്തിച്ച ശേഷം അമ്മ കുഞ്ഞിനെ കൊണ്ട് ബസ്സിൽ കയറിപ്പോയി എന്നാണ് ഓട്ടോയിൽ എത്തിച്ച ഡ്രൈവറും പറയുന്നത്. അങ്ങനെയാണ്. അപ്പോ തിരുവാങ്കുളത്തു നിന്നും അമ്മ കുഞ്ഞിനെ കൊണ്ട് ബസ്സിൽ കയറി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്.